മോട്ടോറോള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിരിക്കുന്ന മോട്ടോ G73 5Gയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 15 കാര്യങ്ങൾ. സ്മാർട്ട് ഫോണിന്റെ പെട്ടിക്കകത്ത് വരുന്ന കേസോ അതിന്റെ കൂടെ വരുന്ന 30 വാട്ടിന്റെ ചാർജറോ ഒന്നുമല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ സ്മാർട്ട് ഫോണിന്റെ പുറകിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്യാമറ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ കൊല്ലം മോട്ടോറോള ഇറക്കിയ മോട്ടോ എഡ്ജ് 30 പ്രോ സ്മാർട്ട് ഫോണിൽ ഉണ്ടായിരുന്ന അതേ ഒരു ക്യാമറ സെൻസർ സൈസ് ആണ് ഇത്തവണ ഇറക്കിയിരിക്കുന്ന ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോട്ടോ G73 5Gയിലുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് 50 മെഗാ പിക്സലിന്റെ 2UMന്റെ അൾട്രാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. ആൻഡ് യെസ്, ഫൈനലി മോട്ടോറോളയും ബഡ്ജറ്റ് സെഗ്മെന്റിൽ ക്യാമറയിൽ ഭയങ്കര കോമ്പറ്റീറ്റീവായി വരുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്ത ഫോട്ടോസാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം 1.5 ടൈംസ് കൂടുതൽ പിക്സൽസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം 4 ടൈംസ് ബെറ്റർ ആയിട്ടുള്ള ലൈറ്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ. ആൻഡ് ഡെഫിനറ്റ്ലി ഈ ഡേ ടൈം ഫോട്ടോസിൽ മാത്രമല്ല നൈറ്റ് ടൈം ഫോട്ടോസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രൈമറി 50 മെഗാ പിക്സൽ മാത്രമല്ല, തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 8 മെഗാ പിക്സലിൻ്റെ ആണെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ അൾട്രാ വൈഡ് ഷോട്ട്സ് എടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇത് തന്നെ നിങ്ങൾക്ക് ഒരു മാക്രോ ക്യാമറ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അൺനെസസറി ആയിട്ട് എക്സ്ട്രാ ക്യാമറകൾ കുത്തി നിറയ്ക്കാതെ ഒരൊറ്റ ക്യാമറയിലൂടെ തന്നെ അൾട്രാ വൈഡും മാക്രോയും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. സോ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കളർ റിപ്രൊഡക്ഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ പഞ്ചി ആയിട്ടുള്ള കളേഴ്സ് കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല, അതിപ്പോൾ അൾട്രാ വൈഡ് ആയിക്കോട്ടെ, പ്രൈമറി സെൻസർ ആയിക്കോട്ടെ, ഈവൻ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയാണ്. ഇത്തരത്തിലുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മൾക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, മോട്ടോ G73 5G സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. HD ആണ്, ഫുൾ HD ആണ്, 1080p സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു സ്റ്റെബിലൈസേഷൻ ലോക്ക് ആവുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയിലെ ഫൂട്ടേജ്. 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾക്കും ഇതേപോലെ തന്നെ ഫുൾ HDയിൽ 30 ആണോ 60 ആണോ, ഒരു മിനിറ്റ് ഗൈസ്, കിട്ടിയപ്പോൾ ഈ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്. ഇതിനകത്ത് 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആക്കാനുള്ളൊരു ഓപ്ഷൻ ഫ്രണ്ട് ക്യാമറയിൽ കാണുന്നില്ല. സോ 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഫുൾ HDയിലാണ് വീഡിയോസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മോട്ടോറോള പലപ്പോഴും പല സ്മാർട്ട് ഫോൺസ് ഇറക്കിയ സമയത്തും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ആ ഒരു പ്രോസസർ വെച്ച് ഇറക്കുന്ന ഫോണുകളായിരിക്കും നമ്മൾ കണ്ടുവന്നത്. കഴിഞ്ഞ കൊല്ലം ഈ ഒരു കാര്യം കണ്ടായിരുന്നു. ഇക്കൊല്ലവും ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇക്കൊല്ലം മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 930 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ഇറക്കിയിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിലാണ്. അതായത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ സ്നാപ്ഡ്രാഗണിന്റെ 695 പ്രോസറുള്ള സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ 4 Gen 1 എന്ന് പറഞ്ഞ് ഇറങ്ങിയില്ലേ, അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇവൻ 1-2 സ്കോർസ് എല്ലാം ഫാർ ബെറ്റർ ആണ് ഈ ഒരു മീഡിയടെക് ഡയമൻസിറ്റി 930. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിമിങ്ങിൽ ബാക്കി 2 ചിപ്സെറ്റേക്കാളും കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടും എന്ന് മാത്രമല്ല, നമ്മുടെ റാം ടൈപ്പ് നോക്കുവാണെങ്കിൽ ഇത് 8GB റാം ആണ് വരുന്നത്, LPDDR4X. ആൻഡ് സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ 120GB ഇന്റർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. ആൻഡ് 120GB UMCP സ്റ്റോറേജ് ആണ് വരുന്നത്. അതായത് ഏകദേശം UFS 2.2 ഇക്വലന്റ് ആയിരിക്കും. സോ നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള റാം, നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ്, ഒരു അത്യാവശ്യം നല്ല പ്രോസർ ആയതുകൊണ്ട് ഓവറോൾ ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ കോമ്പറ്റീറ്റേഴ്സ് വെച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ പ്രോസർ ബെറ്റർ ആവുന്നതുകൊണ്ട് ഇതിനകത്തുള്ള നമ്മൾ ആദ്യം കണ്ട ക്യാമറ പെർഫോമൻസ് ഇല്ല, ആ ഒരു ക്യാമറ പെർഫോമൻസ് ഇതിനകത്തുള്ള ISP ബെറ്റർ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ മോട്ടോറോളയുടെ എഡ്ജ് 30 പ്രോയിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു സെയിം ക്യാമറയും അത്രയും നല്ലൊരു ഔട്ട്പുട്ടും ഈ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിലും കിട്ടുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോൺ 5G സപ്പോർട്ടഡ് ആണ് എന്ന് മാത്രമല്ല 13 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ 3 കരിയർ റെഗുലേഷൻ പ്ലസ് നിങ്ങൾ നോർമലി കണ്ടു കാണും 5Gയിൽ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് അത് കട്ടായിട്ട് VOLTE ആയിട്ട് മാറുന്നത്. കാരണം കോൾ ചെയ്യുമ്പോൾ നമുക്ക് VONRന്റെ സപ്പോർട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വേണം. ആൻഡ് ആ ഒരു VONRന്റെ സപ്പോർട്ട്, വോയിസ് ഓവർ NRും കൂടി ഇതിനകത്തുണ്ട്. നാലാമതായി ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡിസ്പ്ലേ. ഇതൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്, ഇതൊരു LCD ഡിസ്പ്ലേ ആണെങ്കിലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് കിട്ടുന്നത്. അതായത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണെങ്കിലും നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന കോണ്ടന്റ് അനുസരിച്ച് റിഫ്രഷ് റേറ്റ് കൂടുകയും കുറയുകയും എല്ലാം ചെയ്യും, ബാറ്ററി കൺസപ്ഷൻ കുറയ്ക്കാനായിട്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും അത്യാവശ്യം തിന്നായിട്ടുള്ള ബെസൽസ് ആണ് കാണുന്നത്. താഴെയും മുകളിലും ഏകദേശം ഈക്വൽ സൈസ് ബെസൽസ് വരുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന അത്യാവശ്യം നല്ല ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വ്യൂയിങ് ആംഗിൾ കിട്ടുന്നുണ്ട്. പിന്നെ ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഇൻഡോർ യൂസിനൊക്കെ വളരെ നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഔട്ട്ഡോർ യൂസിൽ നിങ്ങൾക്ക് ഷെയ്ഡ്സിലെല്ലാം യൂസ് ചെയ്യാനായിട്ട് പ്രശ്നമൊന്നുമില്ല. ഔട്ട്ഡോർ വിസിബിലിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയേനെ എന്ന് ഞാൻ കരുതി. എന്നാൽ പോലും ഔട്ട് ഓഫ് ദ ബോക്സ് ഇതിനകത്ത് Android 13 ആണ് വരുന്നത്. പ്ലസ് ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് Android 14ലേക്കുള്ള അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും മോട്ടോറോള പ്രോമിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിവൈസിൽ. ഇനി ആറാമതായി ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് ഉണ്ട് എന്ന് മാത്രമല്ല,
ഇവിടെയും നിങ്ങൾക്ക് സ്പീക്കർ കിട്ടുന്നുണ്ട്. യെസ്, സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ആൻഡ് അത്യാവശ്യം വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക നല്ലൊരു ലൗഡായിട്ടുള്ള സ്പീക്കർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഏഴാമത്തെ കാര്യം, ഇതിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററി 5000 mAh ഒരു വലിയ ബാറ്ററിയാണ് ഈ ഒരു ചെറിയ ഫോം ഫാക്ടറിൽ ഒരു കുത്തി നിറച്ചിരിക്കുന്നത്. സോ അത്യാവശ്യം നിങ്ങൾക്ക് വൺ ഡേ ഒക്കെ നോർമൽ യൂസിൽ തന്നെ കടന്നു പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് മാത്രമല്ല, കൂടെ ബോക്സിനകത്ത് നിങ്ങൾക്ക് 30 വാട്ടിൻ്റെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം ഒരു 40-45 മിനിറ്റ്സിനുള്ളിൽ 80% ഒക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. വിത്തിൻ 1 hour നിങ്ങൾക്ക് ഫുൾ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. സോ ഓവറോൾ ബാറ്ററി പെർഫോമൻസ് അത്യാവശ്യം നല്ലത് തന്നെയാണ്. ആൻഡ് നിങ്ങൾ ഈ ഒരു ബാക്കിൽ ക്യാമറ മൊഡ്യൂൾ ശ്രദ്ധിച്ചോ, അതിൻ്റെ ചുറ്റും ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് റിങ് പോലൊരു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു റിങ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എന്താ പറയുക, നമ്മുടെ പഴയ ഈ CD ഒക്കെ വെയിലത്ത് കാണിക്കുമ്പോൾ കിട്ടുന്നൊരു എഫക്റ്റ്. ആൻഡ് ഈ ബാക്ക് സൈഡ് കണ്ടോ, ബാക്ക് സൈഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പല ആൾക്കാരും കാണുമ്പോൾ ഗ്ലാസ് ആണ് എന്ന് വിചാരിക്കും, പക്ഷേ ഇതൊരു അക്രിലിക് ഗ്ലാസ് ആണ്, PMMA എന്ന് പറയുന്നൊരു മെറ്റീരിയൽ. സോ ഓവറോൾ കയ്യിൽ പിടിക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല. 8.29 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ആൻഡ് ഏകദേശം 181 ഗ്രാമാണ് വരുന്ന ടോട്ടൽ വെയിറ്റ്. സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ വോളിയം റോക്കേഴ്സ് കാണാം. ആൻഡ് പവർ ബട്ടണിലാണ് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത്യാവശ്യം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. പ്ലസ് നിങ്ങൾക്ക് മുകളിലായിട്ട് ഡോൾബി അറ്റ്മോസ് എന്ന് എഴുതിയിട്ടുണ്ട്. സെക്കൻഡറി മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നിങ്ങൾക്ക് സിം ട്രേ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ആൻഡ് താഴെയായിട്ട് നിങ്ങൾക്ക് സ്പീക്കർ ഗ്രില്ലുണ്ട്, നമ്മുടെ USB പോർട്ട് ഉണ്ട്, പ്ലസ് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് പത്താമത് ഇതിൻ്റെ ബാക്ക് കൊള്ളാം എന്ന് മാത്രമല്ല, ഇതൊരു IP52 റേറ്റഡ് ആയിട്ടുള്ള വാട്ടർ റെപ്പലൻറ്റ് ഡിസൈനാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് മോട്ടോറോളയുടെ തിങ്ക് ഷീൽഡ് സെക്യൂരിറ്റി കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇപ്രാവശ്യം അവർ 2 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണമാണ് മോട്ടോ സെക്യൂർ. ഈ ഒരു മോട്ടോ സെക്യൂർ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറേ അധികം സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സെക്യൂർ ഫോൾഡർ, നെറ്റ്വർക്ക് പ്രൊട്ടക്ഷൻ, പിന്നെ ലോക്ക് സ്ക്രീൻ സെക്യൂരിറ്റി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്ക് സ്ക്രീൻ ഉണ്ടല്ലോ, ഈ ഒരു ലോക്ക് സ്ക്രീനിൽ നമ്മൾ പിന്നടിക്കില്ലേ, ഈ ഒരു പിന്ന് കണ്ടില്ലേ നിങ്ങൾ, 1 2 3 4 എന്നല്ല കിടക്കുന്നത്. ഓരോ പ്രാവശ്യവും ഞാൻ ഈ ഒരു ലോക്ക് സ്ക്രീൻ എടുക്കുമ്പോഴേക്കും ആ ഒരു പിന്ന് സ്ക്രാമ്പിൾ ആയിട്ടുണ്ടാവും. സോ ആരെങ്കിലും നിങ്ങൾ പിന്നടിക്കുന്നത് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതേപോലെ അടിച്ച് നോക്കുവാണെങ്കിൽ കിട്ടാതിരിക്കാനായിട്ട് പിൻ സ്ക്രാമ്പിൾ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നിങ്ങളുടെ പ്രൈവസി അറിയാനായിട്ടുള്ള പ്രൈവസി ഡാഷ്ബോർഡ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, പെർമിഷൻ മാനേജർ, പ്രൈവസി കൺട്രോൾ എന്നിങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനകത്തുണ്ട്. അതുപോലെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഫാമിലി സ്പേസസ്. സോ അതുവഴി നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റയും കാര്യങ്ങളിലെല്ലാം ഈ ഒരു കുട്ടികളെല്ലാം വന്ന് മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താതിരിക്കാനായിട്ട്, പിന്നെ നിങ്ങൾക്ക് സ്ക്രീൻ ടൈം സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇത്ര നേരത്തേക്ക് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. പിന്നെ പ്രായമായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് റിമോട്ടായിട്ട് എന്തെങ്കിലും അവർ ചെയ്തു വെച്ചു, ഇനി അത് തിരിച്ച് കൊണ്ടുവരാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു സ്ക്രീൻ ലൈവായിട്ട് കണ്ട് കൺട്രോൾ ചെയ്ത് സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഫാമിലി സ്പേസസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും ഇതിനകത്തുണ്ട്. ആൻഡ് നമ്മുടെ മോട്ടോറോള സ്മാർട്ട് ഫോൺസിലുള്ള ഈ ഒരു മോട്ടോ ജസ്റ്റേഴ്സ് കുലുക്കി കഴിഞ്ഞാൽ ഫ്ലാഷ് ഓൺ ആകുക എന്നുള്ളത്, അതുപോലെ ടാപ്പ് ആൻഡ് പേ, NFC സപ്പോർട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് ഇതിനകത്തുള്ള ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ആണ്. ബ്ലൂടൂത്ത് 5.3 വെർഷനാണ്. എനിക്ക് തോന്നുന്നു മറ്റ് ഈ റേഞ്ചിലുള്ള സ്മാർട്ട് ഫോൺസിലൊക്കെ 5.1 5.2 ഒക്കെയാണ്. ഇതിനകത്ത് 5.3 വെർഷൻ വരുന്നുണ്ട്. അത് ആക്ച്വലി വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള വൈബ്രേഷൻ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ആ ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് വരുന്നത് ഇതിൻ്റെ കാരണം ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കോയിൻ വൈബ്രേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമാണെന്നാണ്. സോ ഒരു പ്രത്യേകതരം വൈബ്രേഷനാണ് നിങ്ങൾക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നത്. സാധാരണ മോട്ടോറോള സ്മാർട്ട് ഫോൺസിൽ കിട്ടുന്ന ഒരു ക്ലീൻ UI എക്സ്പീരിയൻസ് ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഫോൾഡേഴ്സ് ഇപ്രാവശ്യം അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫേസ്ബുക്ക് പോലെയുള്ള ആപ്ലിക്കേഷൻസും ഉണ്ട്. എന്നാൽ നമ്മൾക്ക് ഈ വന്നിരിക്കുന്ന ഫോൾഡേഴ്സ് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ ആ ഒരു പഴയ ക്ലീൻ UI എക്സ്പീരിയൻസിലേക്ക് വരണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. ബട്ട് ഓവറോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ന് ലഭിക്കുന്നത്. സോ ഫ്ലിപ്കാർട്ടിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 8GB RAM 128GB വേരിയന്റ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 18,999 റുപ്പീസ് ആണ്. പക്ഷേ ഇൻട്രൊഡക്ടറി ഓഫർ ആയിട്ട് നിങ്ങൾക്ക് 2,000 റുപ്പീസിന്റെ കുറവുണ്ട്. അത് ബാങ്ക് ഡിസ്കൗണ്ടോടെയും കിട്ടാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫറിലും കിട്ടാം. സോ എഫക്റ്റീവ് പ്രൈസ് 16,999 റുപ്പീസ് വരും. സോ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഡിവൈസിന്റെ വാല്യൂ കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ 2,000 റുപ്പീസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കുറയും. ഇനി ചില സെലക്ടഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് 2,000 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ഒക്കെ വരുന്നുണ്ട്. ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക് എന്നിങ്ങനെ. ഇനി അതേപോലെ നോ കോസ്റ്റ് EMI ആണെങ്കിൽ മാസം 3,167 രൂപ മുതൽ തുടങ്ങുന്നുണ്ട് HDFC, SBI, ICIC, ആക്സിസ് ബാങ്കിലൊക്കെ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു ജിയോ ഓഫർ ലഭിക്കുന്നുണ്ട്. സോ നിങ്ങളൊരു ജിയോ സബ്സ്ക്രൈബർ ആണ് അല്ലെങ്കിൽ ജിയോ യൂസർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4,000 റുപ്പീസിൻ്റെ വർത്ത് ആയിട്ടുള്ള ക്യാഷ് ബാക്കിന് എലിജിബിൾ ആകും. സോ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ 4,000 റുപ്പീസിൻ്റെ ടോട്ടൽ വർത്ത് ആയിട്ടുള്ള കിട്ടുന്നുണ്ട്. പിന്നെ ഏകദേശം 1,050 രൂപയോളം ഗിഫ്റ്റ് വൗച്ചേഴ്സ് നിങ്ങൾക്ക് മിന്ത്ര, സൂമിനിലൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ ഒരു സ്മാർട്ട് ഫോൺ എക്സ്ക്ലൂസീവ്ലി ഫ്ലിപ്കാർട്ടിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്ന് മാത്രമല്ല മോട്ടോയുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. പിന്നെ
ലീഡിംഗ് ആയിട്ടുള്ള റീറ്റെയിൽ സ്റ്റോർസ് ഇപ്പോൾ റിലയൻസ് ഡീറ്റെയിലൊക്കെ പോലുള്ള കടകളിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്കിഷ്ടപ്പെട്ട 15 കാര്യങ്ങൾ അല്ലെങ്കിൽ 15 ഫീച്ചേഴ്സ്. സോ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർച്ചയായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.